യെസ്, വെൽക്കം ബാക്ക് ടു സെക്കൻഡ് വ്ളോഗ്. കഴിഞ്ഞ വ്ളോഗ് വെറുതെ ഷൂട്ട് ചെയ്തത് ഒന്ന് കൂട്ടിച്ചേർത്തിട്ടതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും ഒന്ന് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞ വീഡിയോനേക്കാൾ ക്വാളിറ്റി ഉണ്ടാവും, കാരണം ഇത് ഓസ്മോയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറന്റ് ഇ-കൊമേഴ്സിലാണുള്ളത്. മൺഡേ എന്തെങ്കിലും പോലെ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നോർമലി മൺഡേസ് ആണ് നമ്മൾ കോണ്ടന്റ് ടീമൊക്കെ മീറ്റിംഗ് വെക്കാറ്. ഈ വ്ളോഗിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൺഡേ ടു ഫ്രൈഡേ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇ-കോം ഹൗസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ആഡ് ചെയ്യാം. കാരണം ഇ-കോം ഹൗസിലാണ് ഞാനുള്ളത്. ആൻഡ് ഞാൻ എന്തൊക്കെയാണ് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു, ആ ഒരു സംഭവങ്ങൾ തന്നെ ആയിരിക്കും. ടിപ്പിക്കൽ കഴിഞ്ഞ വീഡിയോ കുറച്ച് ക്ലിപ്പ് ചേർത്ത് വെച്ചു എന്നേ ഉള്ളൂ. എക്സാക്ട്ലി ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയുള്ള വ്ളോഗുകൾ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ മൺഡേ ഈവനിങ് ആയിട്ടുണ്ട് ആൻഡ് മോർണിംഗ് വന്നതാണ്. പക്ഷേ ആൾക്കാരുടെ ഇടയിൽ നിന്ന് വ്ളോഗ് ചെയ്യാനുള്ള മടി കാരണം വ്ളോഗൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് വർക്ക് ചെയ്യുന്ന 1-2 ക്ലിപ്പ് എടുത്ത് ഓസ്മോ ഓണാക്കി വെച്ചിട്ട് അത്രേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ പരിപാടി ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നെക്സ്റ്റ് വീക്ക് പോകുന്ന സിൽവാൻ മുസ്തഫ എന്ന് പറഞ്ഞ ഗസ്റ്റിൻ്റെ പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യെസ്, ഇതാണ് ഗസ്റ്റ്. ഈ ഒരു ഇതിൻ്റെ പ്രീ ഇൻട്രോ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ പ്രീ ഇൻട്രോ മീൻസ് എല്ലാ പോഡ്കാസ്റ്റ് ഓർ ഇൻ്റർവ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു 2 മിനിറ്റ് ഒക്കെ ഒരു ഹൈലൈറ്റ് കാണാം അതിൻ്റെ ആ വീഡിയോയിൽ എന്താണെന്നുള്ളത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ആ പരിപാടിയിലാണ്. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് ഒരു വ്ളോഗ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റെക്കോർഡിങ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം ഞാൻ മാക്സിമം ഇതിൽ വാല്യൂസ് എത്ര ആഡ് ചെയ്യാൻ പറ്റുമോ അത്ര ആഡ് ചെയ്യാൻ നോക്കാം. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ കൂടെ ഒരാൾ വന്ന് അല്ലെങ്കിൽ ഇടപഴകുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആളെ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഇൻട്രാക്ട് ചെയ്ത് ആൾക്ക് എന്തെങ്കിലും വാല്യൂസ് തരാൻ പറ്റും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ വർക്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂസ്, എസ്പെഷ്യലി എഡിറ്റേഴ്സ് ഓർ ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ വാല്യൂ കിട്ടുക. കാരണം ഞാനൊരു വീഡിയോ എഡിറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും. ആൻഡ് ഒരു 18 years old ഫൗണ്ടർ എന്നുള്ള രീതിയിലും പറയാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ഞാൻ പറയും, എനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ആൻഡ് മാക്സിമം വാല്യൂസും കൂടി ആഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഗോളായിട്ട് വെച്ചിട്ടുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കി നോക്കാം എന്തായാലും. ആൻഡ് ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് എന്തായാലും വരാം. ട്യൂസ്ഡേ ഞാൻ രാവിലെ തന്നെ വന്നിരുന്ന് വർക്ക് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ഓൺലൈൻ പോഡ്കാസ്റ്റ്, അതായത് ഒരു 1 hour ഉണ്ട്. ഈ 1 hour പോഡ്കാസ്റ്റിനെ ആക്ച്വലി ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോക്യുമെൻ്ററി വീഡിയോ ആക്കാൻ പോവുക. നോർമലി ഇതൊരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റാണ്. പോഡ്കാസ്റ്റ് മീൻസ് ജസ്റ്റ് ആളുടെ ബിസിനസ്സിനെ പറ്റി ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു ഓൺലൈൻ ഒരു സൂം മീറ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സൂം മീറ്റിങ്ങിനെ ഒരു ഡോക്യുമെൻ്ററി വീഡിയോ ആക്കണം. ലൈക്ക് ഒരു 15-20 minutes മാക്സിമം, ഒരു 10 to 15 minutes വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി വീഡിയോ ആക്കണം. ആൻഡ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും മുന്നേ ഇതുപോലെ മലയാളം ഓർ ഇംഗ്ലീഷ് ഏതെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന്, അതായത് ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയയ്ക്കുക. ഇതൊരു ഇൻ്റർവ്യൂ, ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെങ്കിൽ ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഒരു സ്റ്റോറി കംപ്ലീറ്റ്ലി ഡോക്യുമെൻ്ററി വീഡിയോ പറയുന്ന ഒരു ഫീലിലല്ല ഇത് കിട്ടുക. ഇതുപോലെ ആരെങ്കിലും ഒരു 50 മിനിറ്റുള്ള പോഡ്കാസ്റ്റിനെ കട്ട് ചെയ്ത് ഒരു 10-15 മിനിറ്റുള്ള, അതായത് ആ ഹോൾ പോഡ്കാസ്റ്റിനെ ഒരു 10-15 മിനിറ്റുള്ള ഒരു ഡോക്യുമെൻ്ററി വീഡിയോ ഒക്കെ, അതായത് ആഫ്റ്റർ ആ 15 മിനിറ്റ് വീഡിയോ കണ്ട ഒരു സ്റ്റോറി ആയിട്ട് ഫീൽ ചെയ്യണം. ആൻഡ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ലൈക്ക് AI എങ്ങനെ എഡിറ്റേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പ്രൊജക്റ്റിൽ ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ എനിക്ക് വേണ്ടി യൂസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ അത് മൊത്തം ഞാനിരുന്ന് കണ്ട് ആ ഒരു ഐഡിയ മനസ്സിലാക്കി, എവിടൊക്കെയാണ് പോയിന്റ്സ് ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കി, ലൈക്ക് അത് നോട്ട് ചെയ്ത് ആൻഡ് അത് കട്ട് ചെയ്ത് ഒരു സ്റ്റോറി ബോർഡാക്കി വരുമ്പോൾ ചിലപ്പോൾ അത് സ്റ്റോറി കണക്റ്റ് ആവാത്ത പ്രശ്നം വരും, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോൾ പോഡ്കാസ്റ്റിനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത്, അതായത് എൻ്റെ ഒരു പ്രൈവറ്റ് ചാനലിൽ അൺലിസ്റ്റഡായിട്ട് അപ്ലോഡ് ചെയ്ത് ആ ലിങ്ക് എടുത്ത് NoteGPT എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. ലൈക്ക് യൂട്യൂബ് വീഡിയോസിൻ്റെ സമ്മറീസ്, ട്രാൻസ്ക്രിപ്റ്റ്, ഇതൊക്കെ കിട്ടുന്ന ഒരു ഇതാണ്.
ആൻഡ് പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് കിട്ടും. ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റ് കിട്ടും. ആൻഡ് അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം, അതായത് ഇനിയിപ്പോൾ മാക്സിമം എവിടെയൊക്കെ AI യൂസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ AI യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷൻ അല്ല. അപ്പോൾ അത് എടുത്ത് നേരെ ഞാൻ ക്ലോഡിലിട്ട്, ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. 17 പേജുള്ള ഒരു ട്രാൻസ്ക്രിപ്റ്റ് ആണ് ഇത്. എനിക്ക് NoteGPT എന്നുള്ള പ്ലാറ്റ്ഫോം കിട്ടിയതാണ്. അത് നേരെ ക്ലോഡിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ആൻഡ് എന്നിട്ട് നമ്മൾ പറയുക ലൈക്ക് ഇതൊരു 50 മിനിറ്റുള്ള കോൺവെർസേഷൻ ആണ്, എന്നാൽ ഈ ഒരു വീഡിയോ എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കറൻ്റ്ലി. അപ്പോൾ എനിക്ക് ഇതൊരു 15-20 മിനിറ്റുള്ള ഒരു വീഡിയോ ആക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ വീഡിയോ ആയിട്ടോ, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ വീഡിയോ പോലെ ആ ഫൗണ്ടർ ഇങ്ങനെ ഇരുന്ന് ബിസിനസ്സിനെ പറ്റി പറയുന്നതും ജേർണിനെ പറ്റി പറയുന്നതുമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി വീഡിയോ ആണ് ആക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് ടൈം സ്റ്റാമ്പ് തരാൻ പറയാം. ലൈക്ക് എവിടെ കട്ട് ചെയ്യണം, ഏതൊക്കെ ഡയലോഗ്സ് ആണ് ആ ഏരിയയിൽ വരിക എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിൽ എല്ലാം ഉണ്ട്. എഡിറ്റിംഗ് സ്റ്റൈല് വരെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ആൾ പറയുന്ന ഡയലോഗാണ്. ആൻഡ് അത് ഈ 50 മിനിറ്റിൽ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ഈ 15 മിനിറ്റ് വീഡിയോ ഉണ്ടല്ലോ, 15 മിനിറ്റ് വീഡിയോയിൽ എത്ര ടൈം ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പോർഷന് വേണ്ടി എടുക്കും എന്നുള്ളത് തൊട്ട്. ആൻഡ് ഇത് നോക്കുകയാണെന്ന് വെച്ചാൽ ബി റോൾ, ഓക്കെ, ബി റോൾസ് എവിടെ കൊടുക്കണം, അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള ബി റോൾസ് കൊടുക്കണം. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഫാസ്റ്റ് പേസ്ഡ് എഡിറ്റ് എന്ന് കണ്ട ഭയങ്കര ടിപ്സും കാര്യങ്ങളും. പിന്നെ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ സ്ലോവസ്റ്റ് സെഗ്മെൻ്റ് ആണ് ഈ ഒരു 15 മിനിറ്റിൽ. അപ്പോൾ അവിടെ ക്ലോസപ്പ് ഷോട്ട്സ്, അതുപോലെ തന്നെ ഒരു ക്വയറ്റ് മ്യൂസിക് ഓർ സൈലൻ്റ് ആയിട്ടുള്ള ഒരു BGM, നല്ല ഒരു കാമായിട്ടുള്ള BGM, അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ വരെ ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾക്കറിയാം, നിങ്ങളൊരു എഡിറ്ററാണെന്ന് വെച്ചാൽ ഒരു 50 മിനിറ്റുള്ള ഒരു പോഡ്കാസ്റ്റ് കണ്ട് ആലോചിച്ച് എവിടെയൊക്കെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയൊക്കെ എനിക്കൊരു സ്റ്റോറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരുപാട് ടൈം, മേ ബി ഒരു ഡേ തന്നെ, ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. മാക്സിമം എല്ലാവരും എഡിറ്റിങ്ങിൽ AI യൂസ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഇതത്ര ഹെവിയും അല്ല, ലൈക്ക് ബേസിക്കാണ്, AIയുടെ ബേസിക്കാണ് ഈ ഒരു ക്ലോഡിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ChatGPT സെർച്ച് ചെയ്യുക എന്നുള്ളത്. ഇത് മേ ബി ചില എഡിറ്റേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആവാൻ മതി. ആൻഡ് യാ, next day, Wednesday. ഇന്ന് നമ്മൾ ഇ-കൊമേഴ്സിൽ ഒരു ചേഞ്ച് പറഞ്ഞുതരാം. ലൈക്ക് നിങ്ങളിപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോയും അല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോസ് ഫുള്ള് ഇവിടെ കണ്ടിട്ടുണ്ടാവുക. ഇവിടെ ഇരുന്ന ആൾക്കാർ വർക്ക് ചെയ്യുന്നതും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഇത് ആക്ച്വലി ഒരു സ്റ്റുഡിയോ സ്പേസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് മീറ്റിംഗ് സ്പേസ്, സ്റ്റുഡിയോ സ്പേസ് ഇതൊക്കെ ആക്കാന്നുള്ള രീതിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ആൻഡ് അപ്പോൾ ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. വർക്ക് കംപ്ലീറ്റ്ലി നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു റൂമിലോട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് കംപ്ലീറ്റ്ലി എല്ലാവരും ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ മീഡിയ ടീം മാത്രമേ ഇപ്പോൾ ആക്ച്വലി ഇവിടെ ഉള്ളൂ. ടെക്ക് ഉള്ള 3 ആളും ഇവിടെ വന്ന് വർക്ക് ചെയ്യാറില്ല ഡെയിലി. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ലൈക്ക് അവിടെ വീണ്ടും സ്റ്റുഡിയോ എന്നുള്ളൊരു രീതിയിൽ തന്നെ ഇത് കംപ്ലീറ്റ്ലി സ്റ്റുഡിയോസിനും മീറ്റിങ്ങിനും വേണ്ടി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മൈൻഡ്. ആൻഡ് വേറൊന്നല്ല, അത് മുന്നത്തെ ക്ലിപ്പ് ഇവിടെ നിന്നും തൊട്ടടുത്ത ക്ലിപ്പ് നിങ്ങൾക്ക് വേറെ സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ അത് കൺഫ്യൂഷൻ വരേണ്ട വെച്ചിട്ട് ഞാനത് ക്ലിയർ ചെയ്തതാണ് ആക്ച്വലി. അപ്പോൾ നമ്മളൊരു കോണ്ടന്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മളൊരു കോണ്ടന്റ് ഷൂട്ട് ചെയ്ത് ആക്ച്വലി ഇത് എന്തിനുള്ള കോണ്ടന്റാ? ഈ ടൂളുമായിട്ട് നമുക്ക് കൊളാബ് ഒന്നും ഇല്ലല്ലോ, അക്സെപ്റ്റ് ചെയ്യൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കി ഇടുക, നല്ലൊരു ടൂള് കണ്ടപ്പോൾ ഇടുക. അപ്പോൾ ഇത് ആക്ച്വലി ഒരു വിസ്പർ ഫ്ലോ എന്ന് പറഞ്ഞൊരു ടൂളാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ യൂസ് ചെയ്യുമല്ലോ, വോയിസ് ടു ടെക്സ്റ്റ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ്. മലയാളമൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മളത് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു AI ടൂളായി തോന്നിയോണ്ട് ജസ്റ്റ് ആൾക്കാർക്ക് ഷെയർ ചെയ്യാന്നുള്ള മൈൻഡാണ്. യെസ്, നമ്മുടെ കോണ്ടന്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ആൻഡ് ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് ലൈക്ക് ഈ ആഴ്ചത്തെ പോഡ്കാസ്റ്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ തീർത്തുനിന്ന്. ആൻഡ് പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്ളോഗ് അല്ലാതെ ജസ്റ്റ് ഈ ഒരു ഡെയിലി നടക്കുന്ന പരിപാടി എന്ന രീതിയിൽ വ്ളോഗ് അല്ലാണ്ട് വേറൊരു സെപ്പറേറ്റ് വീഡിയോ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ലൈക്ക് ഈ ചാനലിൽ തന്നെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ, ഏറ്റവും ഫസ്റ്റ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വേറൊരു കൈൻഡ് ഓഫ്, അതായത് വ്ളോഗ് അല്ലാത്തൊരു വീഡിയോ കാണാൻ പറ്റും. ദാറ്റ്സ് അതായത് ഫ്രീലാൻസിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഫ്രീലാൻസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്, വീഡിയോ എഡിറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ +1 +2 ഒക്കെ പഠിക്കുന്നവർക്ക് എങ്ങനെ കൂടുതൽ ഇൻകം ഉണ്ടാക്കാം, ആ കൈൻഡ് ഓഫ് വീഡിയോസ്. അതായത് വ്ളോഗൊന്നുമല്ല, ക്യാമറ നോക്കിയിരുന്ന് സംസാരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ലൈക്ക് എൻ്റെ അടുത്ത് കുറച്ച് കോണ്ടൻറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. മേ ബി അതൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അതൊരു പരിപാടി കൊണ്ടുണ്ട്. അപ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് അതൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കണം. ഇന്നത്തെ ഇനി ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസിയിൽ വർക്ക് ചെയ്യാനുണ്ട്, പിന്നെ സിൽവർ മുസ്റ്റയുടെ പ്രീ ഇൻട്രോ ചെയ്യാനുണ്ട്, ആൻഡ് നെക്സ്റ്റ് വീക്കിൻ്റെ പോഡ്കാസ്റ്റുകളുടെ ഇതൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കാനുണ്ട്.